IPL 2025 സീസൺ തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് BCCI. എന്നാൽ IPL-നിടെ പരിക്ക് കാരണമോ മറ്റോ ഏതെങ്കിലും ഒരാൾക്ക് ടീമിൽ തുടരാൻ കഴിയാതെ വന്നാൽ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരാൻ ഫ്രാഞ്ചൈസികൾക്ക് കഴിയുമെങ്കിലും അവർ സീസൺ കഴിയുന്നതുവരെ ടീമിൽ തുടരണമെന്നാണ് നിലവിലെ നിയമം. എന്നാൽ പുതിയ നിയമപ്രകാരം ഫ്രാഞ്ചൈസികൾക്ക് ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമായി കളിക്കാരുമായി കരാറുണ്ടാക്കാൻ അനുവദിക്കുന്നതാണ് BCCI കൊണ്ടുവന്ന നിയമം. ഇത്തരത്തിൽ സീസണിന്റെ ഇടയ്ക്ക് വെച്ച് താരങ്ങളെ ടീമിൽ എടുക്കണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. നിശ്ചിത സമയത്തേക്ക് മാത്രമായി കളിക്കാരുമായി കരാറുണ്ടാക്കാൻ അനുമതി നൽകുന്ന നിയമം വിക്കറ്റ് കീപ്പർമാർക്ക് മാത്രമേ ബാധകമാകൂ എന്ന് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ പുതുതായി കരാറുണ്ടാക്കുന്ന താരങ്ങൾ സീസൺ അവസാനിക്കുന്നത് വരെ തുടരണമെന്ന നിലവിലെ നിയമത്തിലാണ് മാറ്റം. ശേഷിക്കുന്ന സീസണിൽ മുഴുവൻ പുതുതായി വരുന്ന താരം ഫ്രാഞ്ചൈസിയിൽ ഇനി തുടരേണ്ടതില്ല. ഒരു ഫ്രാഞ്ചൈസിയുടെ ടീമിലെ എല്ലാ വിക്കറ്റ് കീപ്പർമാരെയും നഷ്ടമായാൽ ഇങ്ങനെ പുതിയ കീപ്പറെ ടീമിലെടുക്കാം. ലേലത്തിൽ വിൽക്കപ്പെടാത്ത ഒരു വിക്കറ്റ് കീപ്പറെ തിരഞ്ഞെടുക്കാനാണ് അനുവാദമുണ്ടാവുക. പരിക്കേറ്റ കളിക്കാരന്റെ അടിസ്ഥാന വിലയ്ക്ക് തുല്യമായ പ്രതിഫലമാണ് പുതിയ വിക്കറ്റ് കീപ്പർക്ക് നൽകേണ്ടത്. ആദ്യത്തെ പ്രധാന താരത്തിന് ഫിറ്റ്നസ് വീണ്ടെടുക്കുന്നതുവരെ ഈ വിക്കറ്റ് കീപ്പറെ ടീമിൽ നിലനിർത്താം. പഴയ ആൾ തിരിച്ചെത്തിയാൽ റീപ്ലേസ്മെന്റ് താരത്തെ നിലനിർത്തുകയോ ഒഴിവാക്കുകയോ ചെയ്യാനുള്ള ഓപ്ഷൻ ഫ്രാഞ്ചൈസിക്ക് ഉണ്ടായിരിക്കും. പരിക്ക് കാരണമോ മറ്റോ ഒഴിവാക്കേണ്ടി വരുന്ന കളിക്കാരൻ വിദേശ താരമാണെങ്കിൽ പോലും റീപ്ലേസ്മെന്റ് താരം ഇന്ത്യക്കാരനായിരിക്കണമെന്ന വ്യവസ്ഥയുണ്ട്. ഫ്രാഞ്ചൈസികൾ പകരക്കാരനെ കണ്ടെത്തേണ്ടത് BCCIയുടെ റീപ്ലേസ്മെന്റ് പൂളിൽ നിന്ന് മാത്രമായിരിക്കണം. IPL ലേലത്തിൽ വിൽക്കപ്പെടാത്ത കളിക്കാരിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത താരങ്ങളെ ഉൾപ്പെടുത്തിയാണ് BCCIയുടെ റീപ്ലേസ്മെന്റ് പൂൾ തയ്യാറാക്കുന്നത്. പകരക്കാരനെ ആവശ്യമുണ്ടെങ്കിൽ ഈ പൂളിൽ നിന്ന് ഒരു കളിക്കാരനെ തിരഞ്ഞെടുക്കാമെന്ന് ഫ്രാഞ്ചൈസികളെ അറിയിച്ചിട്ടുണ്ട്. ഫ്രാഞ്ചൈസികൾക്ക് ആദ്യ 12 മത്സരങ്ങൾ പൂർത്തിയാവുന്നതിന് മുൻപാണ് റീപ്ലേസ്മെന്റ് അനുവദിക്കുക. ടീമിലെ ഒരു കളിക്കാരന് പരിക്കേറ്റാലോ വ്യക്തിപരമായ കാരണങ്ങളാലോ ദേശീയ ചുമതല വഹിക്കാൻ പോകുമ്പോഴോ ആണ് ഇങ്ങനെ പകരം താരവുമായി കരാറുണ്ടാക്കാൻ ഫ്രാഞ്ചൈസികൾക്ക് അനുവാദം നൽകുന്നത്. അതേസമയം മാർച്ച് 22-നാണ് IPL ആരംഭിക്കുന്നത്. ഉദ്ഘാടനത്തിൽ RCBയും KKRുമായിരിക്കും ഏറ്റുമുട്ടുക. മെഗാ താരലേലം കഴിഞ്ഞുള്ള IPL സീസൺ കാണാൻ ആരാധകരും ഏറെ ആകാംക്ഷയിലാണ്. അതിനിടെ ചില താരങ്ങൾ IPL ഉപേക്ഷിച്ച് പോകുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 4 പേരാണ് IPL ഉപേക്ഷിച്ചു പോയത്. ഇതിൽ 3 പേർക്കും ടീമുകൾ പകരക്കാരെ കണ്ടെത്തി. ഡൽഹി ക്യാപിറ്റൽസിന്റെ ഭാഗമായിരുന്ന ഹാരി ബ്രൂക്കാണ് ഒടുവിൽ IPL-ൽ നിന്ന് പിന്മാറിയത്. ഇംഗ്ലണ്ട് ക്രിക്കറ്റിന് പ്രഥമ പരിഗണന നൽകുന്നതിനാൽ IPL-ൽ നിന്ന് പിന്മാറുന്നുവെന്നാണ് ബ്രൂക്ക് പറഞ്ഞത്. അപ്രതീക്ഷിത പിന്മാറ്റത്തെ തുടർന്ന് ബ്രൂക്കിന് 2 വർഷത്തേക്ക് IPL കളിക്കാനും കഴിയില്ല. താരത്തിന് പകരക്കാരനെ ഡൽഹി ക്യാപിറ്റൽസ് ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഭാഗമായിരുന്ന ബ്രൈഡൻ കാർസ് ആണ് IPL-ൽ നിന്ന് പിന്മാറിയ മറ്റൊരു താരം. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിനിടെ പരിക്കേറ്റതാണ് കാർസിന് തിരിച്ചടിയായത്. ദക്ഷിണാഫ്രിക്കൻ പേസർ ലിസാർഡ് വില്യംസും പരിക്കിനെ തുടർന്ന് IPL-ൽ നിന്ന് പിന്മാറി. മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയായിരുന്നു താരം കളിക്കേണ്ടിയിരുന്നത്. അഫ്ഗാൻ യുവ സ്പിന്നർ അല്ലാഹ് ഗസൻഫാറിന്റെ സേവനവും മുംബൈ ഇന്ത്യൻസിന് നഷ്ടമാകും. പരിക്കിനെ തുടർന്ന് താരം പിന്മാറി.